ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് എവിടെ നിന്നാണ്? ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് ആരായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ആരായിരിക്കും നമ്മുടെ കൂടെ നിൽക്കേണ്ടതെന്നുള്ളത്. മീൻസ് മനസ്സിലായില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ആര് നമ്മുടെ കൂടെ നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ ഉത്തരം എന്ന് പറയണത്, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഫ്, അവരാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. അതല്ല, നിങ്ങൾ കല്യാണം കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീട്ടുകാർ തന്നെയാണ്. ഓക്കെ, വീട്ടുകാരും നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വീട്ടുകാരനായിരിക്കും കൂടെ നിൽക്കുന്നുണ്ടാവുക. കാരണം ഈ ഫ്രണ്ട്സിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഒരു ഫ്രണ്ടാണെങ്കിലും ഇപ്പം കാണുമ്പം പല വീഡിയോസിലും നമ്മൾ കാണാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ വീഡിയോസിൽ കാണുന്ന പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. സത്യമല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മളെന്ത് ചിന്തിക്കുക, ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ വരുന്നോ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ലൈഫുണ്ട്. ഫാമിലി ലൈഫാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും അവർക്കും ഉണ്ട്. അപ്പോൾ അത് ചിന്തിക്കുക. അപ്പോൾ അവരെയും കൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊരു ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് നിങ്ങളുടെ വൈഫ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ഏട്ടനോ അനിയനോ അനിയത്തിയോ ഏട്ടത്തിയോ ആരായിക്കോട്ടെ അവരുണ്ടാവും, അല്ലേ? അതാണ് ഉണ്ടാവുക. അതാണ് ശരിക്കുള്ളൊരു ലൈഫ്. അല്ലാതെ പുറമേ പോണ ഒരാൾ നിങ്ങളെ വെറുതെ സമാധാനിപ്പിച്ചാൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ട അവൻ അത്ര ഹാപ്പി ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക വേണ്ട. കാരണം അവൻ്റെ പ്രശ്നങ്ങളെ തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എല്ലാവർക്കും ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നവും തീർത്തിട്ടല്ല നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഒരാൾ വന്നുകൊണ്ടിരിക്കണത്. പക്ഷേ ഇപ്പം കോമൺ ആയിട്ട് ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ മീൻസ് ഇപ്പോൾ വീട്ടിൽ അച്ഛൻ അമ്മ ഭാര്യ അനിയത്തി അനിയൻ ഏട്ടൻ അനിയൻ അങ്ങനത്തെ ഒരു കേസിൽ അവർക്ക് എന്തായിരിക്കും, അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കും ഫസ്റ്റ്. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കൂ. ഈ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്, നിങ്ങളൊരു വണ്ടി എടുക്കുകയാണ്. നിങ്ങളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് നിങ്ങളുടെ വൈഫ് ചോദിച്ചു, ഏട്ടാ നിങ്ങളെങ്ങനെ വണ്ടി എടുക്കണേ, നമ്മുടെ അടുത്ത് ഇപ്പം അതിനുള്ള സാമ്പത്തികമല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉണ്ടാവണ ഒരു സാമ്പത്തികം എന്താണെന്നറിയോ? നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് മനസ്സിലുള്ള. ആ ഒരു സാധനം വെച്ചിട്ട് നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി എടുക്കാൻ പോയി നിങ്ങൾ 3, 4, 5, 6, 10, 12 മാസം നിങ്ങൾ എന്ത് ചെയ്തു? പക്കയായിട്ട് ലോൺ ക്ലിയർ ആയിട്ട് അടച്ചു. അടയ്ക്കണതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസോ സംതിങ് എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായി? ആ ലോണിന് ചെറുതായിട്ട് ചിലപ്പോൾ ഡ്യൂ വരുമോ എന്നുള്ളൊരു സംശയം വന്നു. ആ ഒരു സംശയം വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഈ ഡ്യൂ വരുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നമ്മൾ ആ സമയത്ത്. ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സംശയം വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യണം. നമ്മുടെ ഭാര്യയുടെ അടുത്താണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഇത് പറയും. അപ്പം ഇതിനു മുമ്പേ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഇവർ നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടാവും. എന്താ, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് വണ്ടി എടുക്കാൻ പോകണേ? എവിടെ നിന്നാണ് കാശ്? സത്യം അത് എല്ലാവരുടെ അടുത്തും ഉണ്ടായിട്ടുണ്ടാവേണ്ടതാണ്. കാരണം നിനക്ക് ഇത്രയല്ലേ ഉള്ളൂ ശമ്പളം, അല്ലെങ്കിൽ നീ ഇത്രയല്ലോ അച്ചീവ് ചെയ്യണത്, സോ എങ്ങനെയാണ് നീ വണ്ടി എടുക്കണത് ചോദിച്ചിട്ടുണ്ടാവും. മിക്കവാറും ആണുങ്ങൾ പറയണ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ, കോൺഫിഡൻസ്. മറ്റേ അമർ അക്ബർ അന്തോണിയിൽ മറ്റേ ആസിഫ് അലി പറഞ്ഞ ഡയലോഗില്ലേ, ഇതെൻ്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ടല്ലായിരിക്കും നമ്മൾ പറയണ്ടാവുക. നമ്മൾ കോൺഫിഡൻസ് എന്നുള്ള ഒരു ലെവല് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ വെച്ചേക്കുന്ന സംഭവമാണ്.
ഇതിനെയും നമ്മളുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ നമ്മളെ ഈ ഒരു കോൺഫിഡൻസ് നശിപ്പിക്കും. മനസ്സിലായല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എന്തെങ്കിലും സ്ട്രഗിൾ വരുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്ന ആൾക്കാരുടെ തന്നെ നമ്മൾ ചോദിക്കും ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം അവർ നമ്മുടെ അടുത്ത് ഓട്ടോമാറ്റിക്കലി പറയും ഞാൻ അന്നേ പറഞ്ഞില്ലേ, നിങ്ങളെ കൊണ്ട് പറ്റൂല, അത് അന്നേ പറഞ്ഞില്ലെന്ന് ചോദിക്കും. പക്ഷെ അന്ന് നമ്മൾ കൊടുത്തൊരു മോട്ടിവേഷൻ, അവർക്ക് നമ്മൾ കൊടുത്തൊരു മോട്ടിവേഷൻ ഉണ്ട്. കാശല്ല, ഇതെൻ്റെ എൻ്റെ എന്താ പറയുക, എനിക്കുള്ളൊരു കോൺഫിഡൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സാധനം റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപ്പം നിങ്ങളെയും കൊണ്ടത് പറ്റും എന്നുള്ളൊരു വാക്ക് മാത്രം നമ്മളെടുത്ത് പറഞ്ഞാൽ മതി. ആ സമയത്ത് നമ്മളെന്താവും, നമ്മൾ മോട്ടിവേറ്റ് ആവുകയും ചെയ്യും. നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളടക്കം നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒപ്പം നിൽക്കണവരും കൂടെ നന്നായാൽ മാത്രമേ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കണവർക്ക് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട, അത് വിടി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും മറ്റുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിൻ്റെ അടുത്ത് ചോദിക്കുക, നീ എന്തിനാണിത് ചെയ്തത്? ആ ചെയ്തതിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ കോൺഫിഡൻസ് ആണെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും. അല്ലാത്തൊരവസ്ഥയിലും നമുക്ക് മറ്റൊരാളുടെ അഭിപ്രായം നോക്കി നിൽക്കണ നേരത്ത് നമ്മളെ കൊണ്ട് ഒന്നും കഴിയൂല. സത്യം പറയാം, അവർ നമുക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവും കൂടെ ഉള്ളിലേറിയും കൊണ്ട് നമുക്ക് നടക്കാനേ കഴിയുള്ളൂ. അല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഒന്നും നേടാൻ പറ്റൂല. പിന്നെ കുറേ ചളി കാണിച്ച് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇട്ടിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ എന്തൊക്കെ പറയുണ്ടാവും, എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, അതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് എന്താ പറയുക, അത് അവരവരുടെ ജീവിതത്തിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് കമൻ്റ് അടിക്കാനോ ലൈക്ക് അടിക്കാനോ വേണ്ടി പറയണമല്ല, ഇതൊക്കെ ഒരു ലൈഫാണ്, ഇതാണ് ജീവിതം. അല്ലാതെ യൂട്യൂബിലും മറ്റേ റീൽസിലും കാണുന്ന ജീവിതമല്ല ജീവിതം. അതെല്ലാവരും മനസ്സിലാക്കിയ നന്ന്, അത്രേ ഞാൻ പറയുള്ളൂ. ഇത് എൻ്റെ ഒരു ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുന്ന വീഡിയോ ഉണ്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും വിചാരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ കാരണം കൊണ്ടൊരു സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എന്ത്? ഓക്കെ, ബൈ.